കത്ത് കത്ത് ആളെ പറ്റിക്കലണ്ട. ഹാപ്പി ബിലേറ്റഡ് ദീപാവലി വിഷസ്. അപ്പോൾ നമ്മളൊരു 2 മാസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ദീപാവലി ഒന്നൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ വെറുതെ പറഞ്ഞ് നമ്മൾ എന്താണ് വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ പറയണില്ല. അപ്പോൾ വീഡിയോ ചെയ്യല്ലേ, എന്നാ വായോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടയിൽ പോയിട്ട് കുറച്ച് ലൈറ്റും പൂത്തിരീസൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഇതിൻ്റെ മരുന്നാണ്. നമ്മളുടെ മുളക്കുറ്റി ഉണ്ടല്ലോ, ആ മുളക്കുറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകണം നമ്മൾ ഈ മരുന്നാണ്. അപ്പോൾ ആദ്യം തന്നെ സേഫ്റ്റി നോക്കുക, കാരണം കെമിക്കൽ ലൈറ്റാണ്. കണ്ണിൽക്ക് മൂക്കിൽക്കൊക്കെ പോയിട്ട് വേറെ പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ അത് വേറെ സീനാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റി ഗ്ലാസും ഒരു കയ്യറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾ ആരും തന്നെ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തുള്ളത് നമ്മളെ പച്ച ലൈറ്റ് പൊട്ടിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആ ഹെഡ് പോർഷനോ നമ്മൾ കത്തിക്കണ പോർഷൻ ഉണ്ടാവുമല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് നമ്മളൊരു കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. മരുന്നൊന്ന് പുറത്ത് പോകരുത് കേട്ടോ. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, ആ പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മൾ പല കളറിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, മറ്റേ പച്ചയിലും ഇതൊക്കെ കണ്ടില്ലേ, മഞ്ഞ ചുവപ്പ്, ഇപ്പോൾ പല കളറിലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പച്ചയുടെ തീരുമാനമാക്കാം. അപ്പോൾ നമ്മളുടെ മരുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിൽ നമ്മൾ മരുന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തായിട്ട് ഒന്ന് കൊട്ടി വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മരുന്ന് നമ്മൾ കടയിലൊക്കെ ഇരുന്നിട്ടേ തണുത്തിട്ടൊക്കെ ഉണ്ടാവും, തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ഒരു 2-3 മണിക്കൂർ ഈ മരുന്ന് നമ്മളൊന്ന് നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് മരുന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ ഈ 2-3 മണിക്കൂർ ഇത് സെറ്റ് ആവണതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു പണിയുണ്ട്, വായോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ മരുന്ന് ഇറക്കാനുള്ള മുള ഉണ്ടല്ലോ, മുളക്കുറ്റി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു പഴയൊരു മുള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മളുടെ മുളക്കുറ്റിനെ ഒന്ന് കഴുകി റെഡിയാക്കണം. കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് കറക്റ്റായിട്ടേ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി റെഡിയാക്കണം. അടുത്തായിട്ട് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുത്തിട്ടുണ്ട്. നമ്മളെ മുളക്കുറ്റിൻ്റെ മുകളിലൊന്ന് വെറുതെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ കെട്ടി നമ്മളൊരു രസത്തിൽ വെറുതെ ഒരു രസത്തിന് നമ്മളിങ്ങനെ കെട്ടിയെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ മുളകുറ്റിയിൽ കയറൊക്കെ കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കയ്യിൽ പിടിക്കാനായിട്ട് ഈ പോർഷൻ, പിന്നെ നമ്മളെ ബാക്കി പോർഷനിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്കി പോർഷനിൽ എന്ത് ചെയ്യണം, ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ മുളകുറ്റി പെയിൻ്റൊക്കെ അടിച്ച് നല്ല മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ വർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മരുന്നുണ്ടല്ലോ, ആ മരുന്ന് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് പൊട്ടൂലേ എന്ന് നോക്കണം. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ ചൂടാക്കി വെച്ച നമ്മൾ മരുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇതുപോലെ റൗണ്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ഫണൽ പോലെ. എന്താടാ അതിന് പറയുക, എന്തോ ഒരു ഇത് നമ്മളിങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത നമ്മളെ മരുന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് പുറത്തോട്ടൊന്നും പോകാതെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകില്ല, അകത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ തിരിക്ക് വേണ്ടി എടുത്തുള്ള ചൽച്ചക്കറാണ്, നമ്മളെ സാധാ ചൽച്ചക്കർ. അപ്പോൾ ഇനി ഈ ചൽച്ചക്കർ എടുത്തിട്ട് അതിൻ്റെ പോർഷൻസൊക്കെ മാറ്റുക. ആ പോർഷൻ ഉണ്ടല്ലോ അത് ഒരു തിരി പോലെ കിട്ടണം, തിരി പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ കറക്റ്റായിട്ട് നല്ല വൃത്തിയായി അതിനെ എടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മളെടുത്ത ചൽച്ചക്രത്തിൻ്റെ തിരി ഉണ്ടല്ലോ, ആ തിരിയെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, നല്ലോണം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഐറ്റം നമ്മൾ കത്തിച്ച് നോക്കാൻ പോവുകയാണ്, എന്താവും എന്നറിയില്ല. അപ്പം നമുക്ക് കത്തിച്ച് നോക്കാം. കത്തടോ, എന്താ കത്താത്ത
തണുത്തു പോയാ കത്ത് 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 കത്തി കത്തി കുറച്ച് ബാക്കി പോയി നമ്മുടെ ഐറ്റം ഉഷാറായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉഷാറായി കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഐറ്റൊക്കെ നല്ല ഉഷാറായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ആരും തന്നെ ഇത് ചെയ്യാതിരിക്കുക. കുട്ടികൾ പ്രത്യേകമായിട്ട് ആരും തന്നെ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ കൈക്ക് തന്നെ ഒന്ന് പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ആ തിരി കത്തുന്ന സമയത്ത് കൈക്ക് പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടാണ്. വീഡിയോയിൽ കണ്ട പോലെ തന്നെ വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല ഉഷാറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെതാ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളെ ഓൾഡ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം. പിന്നെ നമ്മൾ അടുത്ത ദിവസം മുതൽ അടുത്ത വീഡിയോസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. വി ആർ ബാസ്മാസ്. ഗുഡ് ബൈ.